ഹലോ, നമുക്കിത് സോയാബീൻ ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1.5 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ ജീരകം, 1 സ്റ്റാർ, 2 ചെറിയ പട്ട, പിന്നെ 2-3 ഗ്രാമ്പു, 1.5 ടീസ്പൂൺ കുരുമുളക് ഇത്രയും ചൂടാക്കിയതിന് ശേഷം 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും കൂടെ ചേർത്ത് നമ്മൾ പൊടിച്ചെടുക്കാൻ പോവുകയാണ്. ഈ പൊടികൾ ചേർക്കുമ്പോൾ ചൂടാക്കേണ്ട കാര്യമില്ല, മറ്റേ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി കേട്ടോ. എന്നിട്ട് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് പട്ട, ഗ്രാമ്പു, ഏലക്ക എല്ലാം കൂടെ ചേർത്ത് നമ്മൾ സവാള വഴറ്റാൻ വെക്കുകയാണ്. കുക്കറിനകത്ത് 2 മീഡിയം സൈസ് സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഞാൻ ഒരു ചെറിയ പീസ് ഇഞ്ചിയും 2-3 വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ടേസ്റ്റ് നമുക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ച് ചേർത്താൽ മതി. 2 പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതിനകത്ത് കുരുമുളക് ചേർക്കുന്നതുകൊണ്ടാണ് പച്ചമുളകൊക്കെ ഞാൻ കുറച്ച് ചേർക്കുന്നത്. മുളക് പൊടി അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ചേർത്തത്. പിന്നെ 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് തോന്നും സാധാരണ ബിരിയാണി വെക്കുമ്പോൾ നമ്മൾ മല്ലിപ്പൊടി ചേർക്കാറില്ലല്ലോ എന്ന്. ഇതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ റെസിപ്പിയാണ്. അവരിവിടെ മുളകൊക്കെ പൊടിക്കുന്ന സമയത്ത് മുളകും മല്ലിയും മഞ്ഞളും കൂടെ ഒരുമിച്ച് ഉണക്കി പൊടിച്ചാണ് എല്ലാത്തിനും ചേർക്കുന്നത്. പക്ഷേ അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയത്. പിന്നെ നമ്മൾ തക്കാളി ചേർത്തിട്ടുണ്ട്. തക്കാളി ചേർത്തത് ഒരു മീഡിയം സൈസ് തക്കാളിയാണ് ചേർത്ത് കൊടുത്തത്. തക്കാളി വഴണ്ടി വന്നപ്പോഴത്തേന് കുറച്ച് മല്ലിയില അരിഞ്ഞതും പിന്നെ 3-4-5 പുതിന ഇലയും കൂടെ ചേർത്ത് കൊടുക്കുക. സോയാബീൻ വലുതായിരുന്നു ഞാൻ എടുത്തത്. അത് 2 മണിക്കൂർ കുതിരാൻ വെച്ചതിന് ശേഷം നന്നായിട്ട് പിഴിഞ്ഞ് ചെറുതായിട്ട് കഷ്ണിച്ചതിന് ശേഷമാണ് അതിനകത്ത് ഇട്ട് കൊടുക്കുന്നത്. ചെറിയ സോയാബീൻ ആണെങ്കിൽ കട്ട് ചെയ്യേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള മസാലകളെല്ലാം കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളൊരു കുഞ്ഞ് നാരങ്ങ എടുത്തിട്ട് അതിൻ്റെ പകുതി അതിനകത്ത് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ തന്നെ മസാലയെല്ലാം നന്നായിട്ട് പിടിച്ച് നല്ല മണം വരുന്നുണ്ടായിരിക്കും. പിന്നെ അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂണോളം കട്ടിയുള്ള തൈരും കൂടെ ചേർത്ത് കൊടുക്കുക. അതേ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിപ്പോൾ നമ്മുടെ സാധാരണ ബിരിയാണിയുടെ ഒരു സ്റ്റെപ്പാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ ആദ്യം പൊടിച്ച പോലെയുള്ള മസാല നമുക്ക് പൊടിക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഗരം മസാല ഇട്ട് വേണമെങ്കിലും നമുക്കിത് ചെയ്യാം. ചിക്കൻ മസാല ഇട്ട് വേണമെങ്കിലും ഇത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്നിട്ട് നമ്മൾ അരിയെല്ലാം കഴുകി 1.5 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാനൊരു 2.5 ഗ്ലാസ് വെള്ളത്തോളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ 1.5 ഗ്ലാസ് അരി നന്നായിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ നന്നായിട്ടിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2.5 ഗ്ലാസോളം വെള്ളവും ഒഴിച്ച് പിന്നെ നമ്മൾ ഉപ്പ് ആദ്യം കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ഒരു 1.5 ടീസ്പൂൺ ഉപ്പും കൂടെ ഞാനത് ചേർത്ത് കൊടുക്കുകയാണ്. അതുകൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പ് പിന്നെ ഒന്നുകൂടെ നോക്കുക, വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കുക. അപ്പം നോക്കിയിട്ട് വേണം ഇത് ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഒരു വിസിലാണ് ഞാനിതിന് ഒരു വിസിൽ കേൾക്കുന്നിടം വരെ ഇതൊന്ന് തീ മീഡിയം ടു ഹൈയിൽ മൊത്തം ഹൈയിൽ വെച്ചിട്ടില്ല, മീഡിയം കഴിഞ്ഞിട്ട് ഒരു ഇതാക്കിയാണ് ഞാൻ വെച്ചിരുന്നത്. അങ്ങനെ ഒരു വിസിൽ കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഒന്നുപോലും ഒട്ടാതെ തന്നെ നമുക്ക് ബിരിയാണി കിട്ടിയിട്ടുണ്ട്. അപ്പം ഈസിയാണ് ഇത് ചെയ്യാനായിട്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ കാണുമ്പോൾ എന്നെ ഫോളോ ചെയ്യാനും യൂട്യൂബിൽ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ കമൻറ്റ്സ് എനിക്ക് വളരെ അത്യാവശ്യമാണ്. ലൈക്ക് ചെയ്ത് കമൻറ്റൊക്കെ ചെയ്ത് നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു.